ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് കുറേ പരിപാടി ഉണ്ട് കേട്ടോ. ആസ് യു സീ ഇൻ ദ തംബ്നെയിൽ, നമുക്കിന്ന് ക്ലീനിങ് ഡേ ആണ്. നമുക്ക് നമ്മുടെ റൂം ഇന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഒരു ബേസിക് ക്ലീനിങ് ഉണ്ട് എന്തായാലും, പക്ഷേ നമുക്ക് ഇന്നൊരു ഡീപ് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു ഞാൻ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് കൂട്ടത്തിൽ അതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാ, നമുക്ക് പോയാലോ? ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ ക്ലീൻ ചെയ്യാനായിട്ട്. ഇച്ചാൻ കൂടാന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഇച്ചാൻ കൂടാനുള്ള സമയം കിട്ടിയില്ല. കറക്റ്റ് സമയം ഇച്ചാൻ പെട്ടെന്ന് ഒരു പണി വന്നിട്ട് ആ വഴിക്ക് പോയി. അപ്പോൾ പിന്നെ നമ്മളെന്തായാലും ഇതിങ്ങനെ നീട്ടി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് ഒറ്റയ്ക്ക് എന്തായാലും തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇച്ചാൻ വരുവാണെങ്കിൽ നമുക്ക് ഇച്ചാനെ കൂട്ടാം, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാം. അപ്പം നമുക്ക് എല്ലാം കൂടെ പോയിട്ട് ക്ലീൻ ചെയ്യല്ലേ. ഇപ്പം നമ്മുടെ റൂമിൻ്റെ ഒരു അവസ്ഥ കാണിച്ചു തരാം. അങ്ങനെ വൃത്തികേടെന്ന് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഒരു ബേസിക് ക്ലീനിങ് ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പിന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഫുള്ള് അടിപൊളിയാക്കി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. വൃത്തിക്കുറവെന്ന് പറയാൻ പറ്റില്ല, ഞാൻ എപ്പോഴും ഒരു ബേസിക് ക്ലീൻ എപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. ബേസിക് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാറുണ്ട്. എന്നാലും നമ്മുടെ സമാധാനത്തിന് ഒന്ന് ബാക്കി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. റൂം കഴിഞ്ഞ് കിച്ചൺ, നമ്മുടെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്കധികം എന്താ പറയുക, സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്ഥലങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഗുണം, കുറച്ച് സ്ഥലം വൃത്തിയാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലുക്ക്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ലുക്കിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു ഫീലിംഗ് വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മൾ ഡീപ് ക്ലീൻ ചെയ്യാൻ പോകല്ലേ, നമ്മൾ ഇതുപോലെ പൊടികളും കാര്യങ്ങളൊക്കെ തുടച്ച് എല്ലാം വൃത്തിയാക്കാൻ പോവാണ്. അപ്പം നമുക്ക് തുടങ്ങാം. നമുക്കിപ്പം സ്റ്റാർട്ടിങ് തന്നെ മുകളിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാൻ വിചാരിച്ചു. കാരണം മുകളിൽ എന്തായാലും പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം താഴത്തേക്കല്ലേ വരിക. അപ്പൊ താഴെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് മുകളിലേക്ക് പോയത് ശരി എന്താ പറ്റുക, പിന്നെ മുകളിൽ ക്ലീൻ ചെയ്യുമ്പോൾ പൊടികൾ മുഴുവൻ വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്ത സ്ഥലത്തേക്ക് പോകും. അപ്പൊ നമുക്ക് മുകളിൽ തുടങ്ങാം. ഇവിടെ നമ്മുടെ ബാഗ്, അതുപോലെ ബ്ലാങ്കറ്റ്, അങ്ങനത്തെ സാധനങ്ങൾക്ക്, പിന്നെ കുറെ പിന്നെന്താ ബൈൻഡ് കവറുകൾ, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഞാൻ ഡംപ് ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്ത് പുറത്ത് കളയാം. ആവശ്യമുള്ളതൊക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. ഓക്കെ, പെട്ടിയുടെ മുകളിൽ നമ്മൾ എത്തൂല കേസ്. അപ്പൊ നമുക്ക് സ്റ്റൂൾ ഇട്ട് കയറാവേ. എങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായാലും നമുക്ക് നോക്കാം. പെർഫ്യൂം മേടിച്ച കവർ, എന്ത് സാധനം മേടിച്ചാലും അതിന്റെ കവർ, നല്ല കവറുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കളയാൻ തോന്നില്ല. എല്ലാം എടുത്ത് ഡംപ് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് ഈ സ്വഭാവം ഉണ്ടാവും. എന്തിനാണോ എന്തോ ഇത് വേസ്റ്റ് ചെയ്യാൻ. ഇത് കളയാൻ പറ്റില്ല. ഇത് നമ്മുടെ സ്റ്റീമറാണ്, സ്റ്റീം ചെയ്യുന്ന സാധനം. ഇത് നമ്മുടെ അയൺ ബോക്സിന്റെ ഇതാണ്, അയൺ ബോക്സിന്റെ ബോക്സ്. ഞാൻ പേപ്പറും ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബോക്സാണ്. ഷുവർ ഇതിനകത്ത് ഇപ്പം എന്തോരാണ്. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് കയറ്റണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിന്റെ മേളിൽ കൂടെ തുളയ്ക്കുന്നതേ കൂടിയാണ്. ഞാൻ ഉദ്ദേശിച്ച പോലെ അത്ര എളുപ്പം ഈസി ആയിട്ടുള്ള പരിപാടിയല്ല ഗൈസ്. നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനുണ്ട്. ചിലപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ചൂലെടുത്തിട്ട് വരട്ടെ, വീട്ടിന്റെ മുകളിലടിക്കും. പിന്നെ നമ്മൾ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിലുപരി ക്ലീൻ ചെയ്തത് ക്ലീനായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതിലാണ് കാര്യം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിറ്റേന്ന് മുതലെല്ലാം വാരി വലിച്ച് അലങ്കോലമാക്കിയിട്ട് പിന്നെ അതിലൊരു കാര്യവുമില്ല, പോവും. അതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ കൂടെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം, എന്നാലേ കാര്യമുള്ളൂ. ഈ കാർപ്പറ്റ് അങ്ങോട്ട് മാറ്റിയേക്കാം കൈ സാധനം, ഇല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഇവിടെ ഫുള്ള് കാർപ്പറ്റേക്കായിരിക്കും പൊടികൾ കൊണ്ടുവരുന്നത്. ഏകദേശം അവിടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും.
എൻ്റെ മണി പ്ലാന്റ് ആണെങ്കിൽ ഇലയൊക്കെ ചെറുതായിട്ട് പഴുത്ത് ഉണങ്ങിയൊക്കെ പോവുകയാണ് ഗൈസ്. ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര വെയിലും ചൂടും ആയതുകൊണ്ട് ഇതിനൊന്ന് പുറത്ത് കൊണ്ട് വെക്കാനും പറ്റില്ല. എന്താ ചെയ്യുക? എന്തെങ്കിലും റെമഡി ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അയ്യോ, തുടച്ച് പെറുക്കി ആകെ മടുത്തു. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാം അല്ലേ? ഞാൻ സ്ഥലത്തൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഗൈസ്. ഈ പെട്ടിയൊക്കെ ഓൾറെഡി നമ്മൾ ക്ലീൻ ചെയ്തതാണ്. കാരണം നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് എക്സസ് ആയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് തട്ടി കളഞ്ഞതിന് ശേഷം ഈ വെള്ളം ഒന്ന് തളിച്ച് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് ജസ്റ്റ് തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നോർമൽ പേപ്പർ കൊണ്ടോ ജസ്റ്റ് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഗ്ലാസ് മിററൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മളങ്ങനെ റൂം ഏറെക്കുറെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി കിച്ചണിലേക്ക് പോവാം. കിച്ചണിൽ നമുക്ക് ഗ്യാസ് സ്റ്റവും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ക്ലീനിങ് ആണ് മെയിനായിട്ടുള്ളത്. കാരണം നമ്മൾ എന്നും കുക്ക് ചെയ്യുന്ന സ്ഥലമല്ലേ അവിടെ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണല്ലേ എത്ര വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്താലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള എണ്ണമെഴുക്കോ വെള്ളമോ അല്ലെങ്കിൽ പൊടിയോ അല്ലെങ്കിൽ കറീൻ്റെ ഇതോ അത് ഞാൻ എപ്പോഴും കാണുന്നതൊക്കെ അന്നേരം ക്ലീൻ ചെയ്ത് വിടാറുണ്ട്. എന്നാലും കുറച്ചും കൂടി നമ്മൾ എന്നും കുക്ക് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാം.
ഇവിടെ കിച്ചണിൽ ക്ലീനിങ്ങിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒതുക്കലുണ്ട് കേട്ടോ. ചില സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിരിക്കുന്നതൊക്കെ സ്ഥലം മാറ്റി പ്ലേസ് ചെയ്യുകയും ഒന്ന് ജസ്റ്റ് സാധനങ്ങൾ ഐറ്റംസൊക്കെ ഒന്ന് ഒതുക്കി ഇട്ട് ബാക്കി ക്ലീനിങ് കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് കിച്ചണിൽ ക്ലീൻ ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷ് ബേസിൻ്റെ ഏരിയയാണ്. കാരണം എപ്പോഴും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയം നോക്കിയിരിക്കേണ്ട, മിക്കവാറും ഡെയിലി തന്നെ ക്ലീൻ ചെയ്തിരുന്നായിരിക്കും നമുക്ക് നല്ലത്. എപ്പോഴും അത് ഹൈജീനായിട്ട് കൊണ്ട് നടക്കില്ല. കാരണം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കമത്തി വെക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ക്ലീൻ ചെയ്യാറുണ്ട്. അങ്ങനെ തൂക്കലും പെറുക്കലും കഴുകലും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് തുടയ്ക്കാം. നമ്മൾ മോപ്പ് നനച്ചിട്ട് നമ്മുടെ ഫ്ലോറ് ഫുള്ള് തുടച്ച് വൃത്തിയൊക്കെ എടുക്കുന്നതോടെ നമ്മുടെ പരിപാടികൾ തീർന്നു. അങ്ങനെ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഗൈസ്. ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയില്ല, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയതേ ഉണ്ടായിരുന്നുള്ളൂ, മാറ്റി വിരിച്ചതായിരുന്നു. പിന്നെ വലിയ പൊടിയൊന്നും കാര്യമായിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഓൾറെഡി വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ കാര്യമായ പൊടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം ഒന്ന് കുടഞ്ഞ് വിരിച്ച്, അപ്പോൾ അതുകൊണ്ട് ബെഡ്ഷീറ്റ് മാറ്റിയില്ല. ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞ് എല്ലാം തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. പിന്നെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഞാൻ ഇനി ഫ്യൂച്ചറിലേക്ക് ഇടുന്ന വീഡിയോകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.